സർ, ഈ EFT പ്രാക്ടീസ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഉണ്ടായി. സാറ് ചോദിച്ച ചോദ്യം അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലൂടെ ഒട്ടേറെ അനുഭവങ്ങൾ വരുന്നുണ്ട്. എങ്കിലും ഒരു വളരെ പ്രധാനപ്പെട്ട ഇപ്പോഴും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ EFT എന്ന ടൂള് പഠിക്കുന്നത് 2019-ലാണ്. 19-ൽ കൊറോണയ്ക്ക് തൊട്ട് മുമ്പ്. അപ്പോൾ ഈ കൊറോണയ്ക്ക് തൊട്ട് മുമ്പായിട്ട് എനിക്ക് ബ്ലഡ് പ്രഷർ BP ഒന്ന് കൂടിയായിരുന്നു. കൂടിയെന്ന് മാത്രമല്ല, ഏകദേശം 200-നടുത്ത് വന്ന സമയത്ത് ഞാൻ ക്ലിനിക്കിൽ പോയി പരിശോധിച്ചു. 200-നടുത്താണെന്ന് പറഞ്ഞു. ഡോക്ടർ ടാബ്ലറ്റ് കഴിക്കണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ EFT ചെയ്തുകൊണ്ടിരുന്ന സമയമായതിനാൽ ഞാൻ EFT എല്ലാ ദിവസവും രാവിലെ ഉറക്കമുണർന്നുടനെ 5 മണിക്ക് EFT ടാപ്പിംഗ് ചെയ്തു നിത്യവും. അങ്ങനെ 2-3 ദിവസം EFT ചെയ്തിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ചപ്പോൾ നോർമൽ റേഞ്ചിലോട്ട് BP വന്നു. ബ്ലഡ് പ്രഷർ അതായത് 120-നടുത്ത് തന്നെ BP വന്നു. ഇത് എന്നിൽ വലിയ അത്ഭുതമുണ്ടാക്കിയ ഒരു കാര്യമാണ്. ഞാനിത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മരുന്നിന് പകരം EFT ഉപയോഗിക്കാമെന്ന അർത്ഥത്തിലല്ല, മറിച്ച് എൻ്റെ ഒരു അനുഭവമാണ്. ഓരോ വ്യക്തികളും വ്യത്യസ്തമാണ്, അതുകൊണ്ട് തന്നെ അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നമുക്ക് അസുഖാവസ്ഥകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ മെഡിസിനോടൊപ്പം തന്നെ ഓൾട്ടർനേറ്റ് മെഡിസിനായിട്ട് EFT കൂടെ ഉപയോഗിക്കുന്നത് എന്തായാലും അത് ഉത്തമമായിരിക്കും എന്ന ഒരു വിശ്വാസം എനിക്കുണ്ട്.